എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് ഫൈനൽ അലോട്ട്മെൻറ്റ്, അതായത് ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 2 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/UGPCap2026/login.jsp എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 2 അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ കൃത്യസമയത്തിനുള്ളിൽ പോയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടമാവുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ, അതായത് ഓഗസ്റ്റ് 18-ാം തീയതി വൈകുന്നേരം 4 മണിക്കാകുമ്പോൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതെന്നൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ പറ്റും, അതായത് പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്ക്, അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1695 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഇങ്ങനെ ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അഡ്മിഷനായിട്ട് വേണ്ടത് ഒന്ന് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്, പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ട ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, അതായത് +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 റിസൾട്ടിൻ്റെ കോപ്പി എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ ഉള്ളത് അതെടുക്കുക. അതുപോലെ തന്നെ ഒറിജിനൽ കിട്ടാത്തവർക്ക് മാർക്ക് ലിസ്റ്റ് മതിയാവും, അതായത് റിസൾട്ടിൻ്റെ കോപ്പി മതിയാവും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ട, അത് കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കേണ്ട, അത് പിന്നീട് ആവശ്യമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും എടുക്കുക. അത് SC/BC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് എടുക്കേണ്ടത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 12 മാസമാണ്, അത് 1 വർഷമാണ് വാലിഡിറ്റി. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് EWS വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് വൈറ്റേജ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ട ഡോക്യുമെൻറ്റുകൾ. അതുപോലെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങളോട് അഡ്മിഷൻ ടൈമിൽ എടുക്കാനായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ കൂടി എടുത്തിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.